ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ എന്തിനു വേണ്ടിയാണ് തീവ്രമായി പരിശ്രമിക്കുന്നത് എന്ന്? എന്താണ് ചോദ്യം? എന്തിനു വേണ്ടിയാണ് തീവ്രമായി പരിശ്രമിക്കുന്നത്? ഒരു വളരെ പാഷനോടുകൂടെ പരിശ്രമിക്കുന്നത്. ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. യേശു കർത്താവാണെന്ന് യഹൂദരെ ബോധ്യപ്പെടുത്താൻ പൗലോസ് തീവ്രമായി പരിശ്രമിച്ചു. ചങ്ക് പൊട്ടി പരിശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി? യേശു കർത്താവാണെന്ന് യഹൂദരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഭയങ്കര കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങളുടെ സങ്കടം സന്തോഷമായിട്ട് മാറും. ഇന്ന് കരയുന്നവർ നാളെ ചിരിക്കും, ഇന്ന് ചിരിക്കുന്നവർ നാളെ കരയും. അപ്പോൾ ഈ ലോകത്തിലുള്ള സങ്കടങ്ങൾ ക്ഷണികമാണ്, താൽക്കാലികമാണ്. ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ തീവ്രമായി പരിശ്രമിക്കേണ്ടത് ഈ ലോകത്തിലുള്ള സന്തോഷങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല. നമ്മുടെ പരിശ്രമങ്ങളിൽ ഒരു ഭൂരിഭാഗവും പരിശ്രമവും എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ ലോകത്തിലുള്ള സന്തോഷങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് മാറ്റം വന്ന് ഈശോ പറയുകയാണ്, ഞാൻ ഈശോയുടെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്നവരാകുക. അതാണ് ശാശ്വതമായ ആനന്ദം. അതിന് മാറ്റം വരികയില്ല. ഇന്ന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയത് +1 ഒരു വിഷയത്തിന് തോറ്റു കഴിഞ്ഞപ്പോൾ പോയി. അതുപോലെയാണ് മറ്റുള്ള നമ്മുടെ സന്തോഷങ്ങൾ. ഭൂമിയിലുള്ള സന്തോഷങ്ങൾ താൽക്കാലികമാണ്. അതിൻ്റെ നേച്ചർ അങ്ങനെ. ഈ മഴ താൽക്കാലികമാണ്, മഴ മാറും. മഞ്ഞ് വരും, മഞ്ഞ് താൽക്കാലികമാണ്, അത് മാറും. ചൂട് വരും, ചൂട് താൽക്കാലികമാണ്, ചൂട് മാറും, പിന്നെയും മഴ വരും. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പ്രകൃതി തന്നെ അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രകൃതിയിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ താൽക്കാലികമായ മാറി മറിയുന്ന ആ ഒരു ക്രമീകരണമുണ്ട്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അമ്മത്രേച്ച പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ജ്ഞാനമെന്ന് പറയുന്നത് താൽക്കാലികമായതിൻ്റെ പിറകെ പോകാതെ ശാശ്വതമായതിൻ്റെ പിറകെ പോവുകയും ശാശ്വതമായതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ താൽക്കാലികമായ, ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്, പുതച്ച് മൂടി കിടക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ സുഖം എന്താണ്? താൽക്കാലികമാണ്, അത് നിലനിൽക്കുകയില്ല. അപ്പോൾ നിലനിൽക്കാത്തതിനെ വിട്ടുപേക്ഷിച്ചിട്ട് നിലനിൽക്കുന്നതിൻ്റെ പിറകെ നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഓടി വരാൻ സാധിച്ചതിനെ ഓർത്ത്, നമുക്ക് ആ കൃപയെ ഓർത്ത്, ആ അവസരത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്ക് ഒരു കാലത്തും ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ഈ ഒരു ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം പ്രത്യേകമായി ഇന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷത്തെ മറന്ന് താൽക്കാലികമായ സുഖഭോഗങ്ങളുടെ പിറകെ നടന്നതിനെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. അതുപോലെ തന്നെ താൽക്കാലികമായ സങ്കടങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ പരാതിപ്പെട്ട് നമ്മൾ നടന്നതിനെ ഓർത്ത്, നിത്യതയിലേക്ക് കണ്ണുയർത്താതിരുന്നതിനെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,